സുന്ദരം കഴിഞ്ഞ 50 വർഷമായി ഗാനമേള വേദികളെ ഇളക്കിമറിച്ച ആ മാസ്മരിക ശബ്ദം. ഉത്സവപ്പറമ്പിൽ നമ്മൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ഓടിയെത്തും. ആർക്കും മനസ്സിലാകും ആരാണ് ആ പാട്ട് പാടുന്നതെന്ന്. കോട്ടയം ആലീസ് അല്ലെങ്കിൽ ആലീസ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആ അനുഗ്രഹീത ഗായികയാണ് ഇന്ന് ഓപ്പൺ ഹർട്ടിൽ നമുക്കൊപ്പം ചേരുന്നത്. ഓപ്പൺ ഹർട്ടിലേക്ക് സ്വാഗതം. താങ്ക് യു. ഞാൻ പറഞ്ഞത് ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ്. കാരണം എൻ്റെ നാട്ടിലൊക്കെ ഗാനമേളയ്ക്ക് പണ്ട് കോട്ടയം ആലീസിൻ്റെ ഗാനമേള വരും. അപ്പം നമ്മൾ ഗാനമേളയ്ക്ക് വന്നിരിക്കും. ചിലപ്പോൾ ഞങ്ങളൊക്കെ കൊച്ചു പരുവത്തിലുള്ള സമയത്താണ്. അതിനും മുമ്പ് ഞങ്ങളൊക്കെ ഗാനമേളയൊക്കെ കാണുന്നതിന് മുമ്പ് ഗാനമേള പാടി തുടങ്ങിയതാണ്. 50 വർഷം. അതെ, ആ 50 വർഷത്തെ ആ ചരിത്രമാണ് എനിക്ക് അറിയേണ്ടത്. കാരണം ഇതൊരു പുതുതലമുറയ്ക്ക് ഇതൊരു പാഠപുസ്തകമായിരിക്കും ഒരു പക്ഷേ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പ്രൊഫഷണൽ ഗാനമേളകളിലൊക്കെ പാടാൻ തുടങ്ങി. 8ാം ക്ലാസ് 7ാം ക്ലാസ് 8, 9 ആകുമ്പോഴത്തേക്കും ഞാനിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. മത്സരത്തിനും സ്കൂളിലൊക്കെ. ഞാൻ പഠിച്ചത് സെയിൻറ്റ് ആൻസ് സ്കൂളിലാണ്, കോട്ടയം സെയിൻറ്റ് ആൻസ് ഹൈസ്കൂൾ. അപ്പം ഗാനമേള സ്റ്റാർട്ട് ചെയ്തത് അവിടെ 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ മനോരമയിൽ വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, പി കെ രാജൻ. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ, ഒരാൾ പാടും, രാജീവ്, സാജൻ ഗിറ്റാർ വായിക്കും. ശ്രീദേവി എന്ന് പറയുന്ന കുട്ടി എൻ്റെ കൂടെ പഠിച്ചതാണ്, എൻ്റെ ഇളയ സിസ്റ്ററാണ് അവരുടെ. അപ്പോൾ ശ്രീദേവി എന്ന് പറഞ്ഞിട്ടായിരിക്കാം രാജൻ ചേട്ടൻ ഇങ്ങനെ ഞങ്ങളെ കൊച്ചു പിള്ളേരെ എല്ലാം ചേർത്തിട്ട് സ്കൈലാർക്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഗാനമേള ട്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഗാനമേള രംഗത്തോട്ട് വന്നു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ആ സമയത്തൊക്കെ ഇങ്ങനെ അധികം പാട്ടുകാരൊന്നുമില്ല. ഇപ്പോഴും ഈ റിയാലിറ്റി ഷോ വന്നതിന് ഇഷ്ടംപോലെ പാട്ടുകാർ പിള്ളേർ. അപ്പം എൻ്റെ ആ കാലഘട്ടത്തിൽ ഞാനൊക്കെ വരുന്ന സമയത്തൊന്നും വലിയ പാട്ടുകാരൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെയും ഇങ്ങനെയൊക്കെയുള്ള ഗാനമേള വേദികളിലോട്ടൊന്നും വലുതായിട്ട് അങ്ങനെ പിള്ളേർ. പിന്നെ 70 അതെ. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. അപ്പം അത് അന്ന് തൊട്ട് ഇന്ന് വരെയും ഇങ്ങനെ എൻ്റെ ഈ സംഗീത സഭയെ ഇങ്ങനെ ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗാനമേള എന്ന് പറഞ്ഞാൽ എനിക്കത് ഒരിക്കലും അതില്ലാത്തൊരു കാലഘട്ടം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ഇതാണ്. അന്നൊക്കെ ആണെങ്കിൽ പ്രോഗ്രാം സമയത്ത് ഇന്നിപ്പോൾ കാണുന്നത് പോലെ ഇൻസ്ട്രുമെൻറ്റ്സ് പോലും ഇല്ല. അന്ന് വെറുതെ ഒരു ഹാർമോണിയം, പിന്നെ ഒരു തബല, ഒരു ഗിറ്റാർ, ഒരു ഫ്ലൂട്ടൊക്കെ അത്രയ്ക്കും വലിയ. പിന്നെ എല്ലാവരും മാനുവലായിട്ട് പ്ലേ ചെയ്യുന്നവർ, അതായത് ഓർക്കസ്ട്രേഷൻ അവർ തന്നെത്താനെ വായിക്കുക, പെട്ടിയിലും തബലയിലും അതെല്ലാം വായിക്കും. ഇപ്പം ഇന്നാണ് നമ്മളിതെല്ലാം ഫീഡ് ചെയ്ത് ട്രാക്കൊക്കെ ഉപയോഗിച്ചൊക്കെ പാടുന്നത്. അപ്പം പണ്ട് അങ്ങനെയേ ഇല്ല, സൗണ്ട് സിസ്റ്റം ഇല്ല. എവിടെ നമ്മൾ പ്രോഗ്രാം ബുക്ക് ചെയ്ത് ഏതെങ്കിലും അമ്പലത്തിൽ ചെല്ലുന്ന അവിടുത്തെ സിസ്റ്റം എന്താണോ അത് വെച്ചിട്ട് അങ്ങ് നടത്തും. 1000 വാട്ട്സ് 10,000 വാട്ട്സ് 20,000 വാട്ട്സ് 30,000 വാട്ട്സ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട്. അന്നൊരു 4 സൈഡ് മൈക്കൊക്കെ ആയിരിക്കും, പക്ഷെ നല്ല ക്ലിയർ ആയിരിക്കും അതൊക്കെ കേട്ടോ. 4 സൈഡ് മൈക്കൊക്കെ അന്ന് നമ്മൾ നാടകത്തിനൊക്കെ അത് കണ്ടിട്ടുള്ളത്. 4 സൈഡ് മൈക്ക് ഞാനൊക്കെ ഗാനമേളയ്ക്ക് മൈക്ക് വെച്ച് പാടിയിട്ടുണ്ട്. വളരെ ദൂരെ ആയിരിക്കും അവരിടുന്നത്, അത്ര അടുപ്പിച്ചൊന്നും ഇടുക പോലുമില്ല. പിന്നെ സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയറിനകത്തൊന്നും സൗണ്ട് പോകുന്നത് അല്ല, എവിടെ കേൾക്കുന്നത് പോലും അറിയത്തില്ല. കോളാമ്പി എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, അത് നിരോധിച്ചിരിക്കാൻ തോന്നുന്നു. അന്ന് അതൊക്കെയാ. അന്ന് അത് എവിടെയോ ആണ് അതൊക്കെ കേൾക്കുന്നത്. മോണിറ്ററില്ല, സ്റ്റേജ് മോണിറ്ററില്ല. ഇന്നിപ്പോൾ മോണിറ്റർ വേണം. എന്ന് വെച്ചാൽ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്ര ഇൻസ്ട്രുമെൻസിൻ്റെ ഈ ശബ്ദം നമ്മുടെ ചെവിയിലോട്ട് വരുമ്പോൾ നമുക്ക് പാടുന്ന വോയിസ് നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ സ്റ്റേജ് മോണിറ്റർ യൂസ് ചെയ്യുന്നത്. മറ്റേ അങ്ങനെ വേണ്ട, അങ്ങനെയൊന്നും ഒരു പ്രസരമില്ല. പാട്ടിനായിരുന്നു അന്ന് പ്രാധാന്യം എല്ലാവർക്കും. ആളുകൾ വരുന്നതെല്ലാം പാട്ട് കേൾക്കാനാണ്. ഇൻസ്ട്രുമെൻസിൻ്റെ ശബ്ദം, ചില ആളുകൾ പറയും അയ്യോ ഇൻസ്ട്രുമെൻസിൻ്റെ ശബ്ദം എത്രയും വേണ്ട, നിങ്ങളുടെ പാട്ട് ഞങ്ങൾക്കൊന്ന് കേൾക്കണം. അന്നൊക്കെ അങ്ങനായിരുന്നു. ഇന്ന് ആ കാലഘട്ടം ഒക്കെ മാറിപ്പോയി. ഇന്ന് എനിക്ക് തോന്നുന്നു ഈ വിഷ്വൽ മീഡിയാസിൻ്റെ വരവോടുകൂടി, റിയാലിറ്റി ഷോയുടെയൊക്കെ വരവോടുകൂടിയാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ ഗാനമേള എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് തന്നെ മാറിപ്പോയി. ഇന്ന് ആളുകൾക്ക് ഇത് കാണണം. ഇന്ന് ഗായികമാരൊക്കെ 10 അല്ല, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഗാനമേള ഒരു കാലത്ത് ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ ഉത്സവപ്പറമ്പിൽ കോട്ടയം ആലീസിൻ്റെ ഗാനമേള, കോട്ടയം ആലീസ് നയിക്കുന്ന ഒരു ഗാനമേള അങ്ങനെ ഒരു ലെവലിലേക്ക് ഉയർന്നു വന്നല്ലോ. ആ ഒരു വളർച്ച, അതായത് ഈ തുടക്കകാലത്ത് 8ാം ക്ലാസ്സിൽ നിന്ന് പാടി തുടങ്ങിയിടം തൊട്ട് ഈ സ്റ്റേജിൽ സ്വന്തം പേരിൽ, അതായത് ഈ കോട്ടയം ആലീസ് നയിക്കുന്ന ഗാനമേള എന്ന ലെവലിലേക്ക് വന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്തെക്കുറിച്ചൊന്ന് പറ. ഞാൻ സ്വന്തമായിട്ട് ഗാനമേള ഞാൻ ശരിക്കും കൂടുതലും
പലരുടെയും ട്രൂപ്പിൽ ട്രൂപ്പുകളിൽ പാടി പാടുമായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടുള്ള ഒരു മനോധൈര്യം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ട്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അത് പക്ഷേ ഞാൻ ലീഡ് ചെയ്ത് പാടുന്ന ഒരു ട്രൂപ്പായിരുന്നു. ഞാനൊരു 10-15 പാട്ടോളമൊക്കെ പാടാനുള്ളൊരു ആത്മവിശ്വാസം എനിക്ക് ഉണ്ടായി കിട്ടിയതിന് ശേഷമാണ് ഞാൻ സ്വന്തം ട്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അത് 87 ഒക്കെ കഴിഞ്ഞിട്ടാണ്. ഈ 87, 88 ഞാൻ കലാഭവനിലായിരുന്നു. അതിനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്വന്തമായിട്ട് പ്രോഗ്രാം ചെയ്തു തുടങ്ങിയത്. പക്ഷേ എൻ്റെ പ്രോഗ്രാം വേണമെന്ന് പറയുന്നവർക്ക് ഞാൻ ഓർക്കസ്ട്ര വേറെ അറേഞ്ച് ചെയ്തിട്ടൊക്കെ ഞാൻ എൻ്റെ സ്വന്തം പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ട്. കലാഭവൻ്റെ കൂടെ ഞാൻ അവിടെ നിന്ന് വന്നതിന് ശേഷമാണ് പൂർണ്ണമായിട്ട് ഞാൻ എൻ്റെ സ്വന്തം ട്രൂപ്പും കൊണ്ട് ഞാൻ വിദേശത്തൊക്കെ ആണെങ്കിൽ പോവുകയും. പക്ഷേ ഒരിക്കലും കലാഭവന്റെ പേര് യൂസ് ചെയ്തിട്ടില്ലല്ലേ? സ്വന്തം പേര്? കലാഭവന്റെ പേര് ഞാൻ വെക്കുന്നുണ്ട്. കാരണം എന്നെ വിദേശത്ത് ആദ്യം കൊണ്ടുപോയത് കലാഭവനാണ്. എനിക്ക് അതിനെ ഒന്നും മറക്കാനേ എനിക്ക് പറ്റും. അതെങ്ങനെയായിരുന്നു വിദേശയാത്ര? ഞാൻ അവിടെ കലാഭവനിൽ പാടിക്കൊണ്ടിരുന്ന സമയത്ത് അന്ന് ആബേലച്ചൻ, കലാഭവനിലെ അച്ഛൻ, നമുക്കിങ്ങനെ ഒരു ട്രൂപ്പ്, നമുക്കൊരു നമ്മുടെ മിമിക്രിയും നമ്മുടെ ഗാനമേള എല്ലാം കൂടെ ആയിട്ട് നമുക്ക് വിദേശത്തൊരു പ്രോഗ്രാം വന്നിട്ടുണ്ട്. 3 പ്രോഗ്രാമായിട്ടാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. മിമിക്രിയിൽ ഉണ്ടായിരുന്നത് ജയറാം, സൈനുദ്ദീൻ, നാരായണൻകുട്ടി ചേട്ടൻ, പിന്നെ റഹ്മാൻ, അങ്ങനെ ആളുകൾ. എൻ്റെ പഴയ കലാഭവനിലെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജയറാം എൻ്റെ കൂടെ ഇരുന്ന് ടാമ്പറിൻ വായിക്കുന്നുണ്ട് ഗാനമേളയ്ക്ക്. ഞാൻ അകലെയൊക്കെ പാടുന്ന സമയത്ത് ഞാൻ മ്യൂസിക് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള. ഞങ്ങളുടെ ആ പ്രോഗ്രാം ഭയങ്കരമായിട്ട് അവിടെ ഹിറ്റ് ആയപ്പോഴത്തേക്കാണ്. പിന്നെ ആ ഒരു വീഡിയോ കണ്ടിട്ടാണല്ലോ ജയറാം ഫിലിമിലൊക്കെ വരുന്നതൊക്കെ. ആ 3 പ്രോഗ്രാമായിട്ട് പോയത് പിന്നെ വൻ ഹിറ്റായി. ഒരുപാട് 15ഓളം പ്രോഗ്രാം ചെയ്തതിനു ശേഷം ഞങ്ങൾ തിരിച്ചു. ഒരു 3 പ്രോഗ്രാമിന് വേണ്ടി പോയി 15 പ്രോഗ്രാം ചെയ്ത് അത്രയും സക്സസ് ആക്കി വന്നു. അപ്പം അതിനകത്ത് മെയിൻ ലീഡ് ഗാനമേള പാട്ടുകാരിയായിരുന്നു. ഞാനും സാബു മാത്രമുള്ള പാട്ടുകാര്. എത്ര പാട്ട് പാടുമായിരുന്നു? ഞാനൊരു 10-15 പാട്ടോളം പാടുമായിരുന്നു. ഞങ്ങൾ 1.5 മണിക്കൂർ ഗാനമേള, 1.5 മണിക്കൂർ മിമിക്രിയും, അങ്ങനെ 3 മണിക്കൂർ നേരത്തെ പ്രോഗ്രാം ആയിരുന്നു. ഞാനാണ് അന്ന് ഈ ഫീമെയിൽ സിംഗേഴ്സ് പല വെറൈറ്റി സോങ് കൊണ്ടുവന്ന. അപ്പോൾ സാധാരണ ഫീമെയിൽ എന്ന് പറയുന്നത് ഫീമെയിൽ സോങ്സ് മാത്രം പാടും. അപ്പോൾ ഉഷാജിയുടെ പാട്ടുകൾ പാടത്തില്ല. അപ്പം ഞാൻ ആ ട്രെൻഡിലേക്ക് മാറി. കാരണം എല്ലാ പാട്ടും അതേ രീതിയിൽ ശരിക്കും ഗാനമേള എന്ന് പറഞ്ഞൊരു മിമിക്രി പോലെ. നമുക്ക് അതൊന്ന് കേട്ടാലോ? ഏതെങ്കിലും ഈ ഉഷ ഉതുപ്പിന്റെ ഒരു പാട്ട് ആ ഒരു ടോണിൽ. തുംസേ പ്യാർ കിയാ दुश्मनों से बदला लिया, तूने किया हमने किया, शान से ജാനകിയമ്മയുടെ ശബ്ദത്തിലും പാടുമല്ലേ? ഞാൻ ജാനകിയമ്മയുടെ പാട്ടുകൾ, പി സുശീലമ്മയുടെ പാട്ടുകൾ, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ജാനകിയമ്മയുടെ ഒരു ടോണിലുള്ള ഒരു പാട്ട്. താനേ തിരിഞ്ഞും മറിഞ്ഞും താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ നമ്മൾ ആ കുട്ടിക്കാലത്തെ വീട്ടിലെ റേഡിയോയിൽ പാട്ട് കേൾക്കുന്ന അതേ ഫീല് സത്യമായിട്ടും ആ ഒരു ഭയങ്കര ഒരു ഫീല് എനിക്ക് തോന്നുന്നു. നമ്മൾ സാധാരണ ഈ ഗാനമേളകളിൽ വരുമ്പോഴത്തേക്കിന് ഏറ്റവും കൂടുതൽ അന്ന കാലത്ത്, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത്, നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ഗാനമേള കേൾക്കാൻ പോകുമ്പോൾ സിനിമ പിന്നണി ഗായകൻ അല്ലെങ്കിൽ ഗായിക എന്ന് 1-2 സിനിമയിൽ പാടിയാൽ പോലും അവർ അങ്ങനെ ഒരു വെക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് സിനിമകൾക്കേ പാടാനുള്ള അവസരം കിട്ടില്ല. അതിനകത്ത് 11-12 സിനിമ പാട്ടുകളാണ് പാടിയുള്ളത്. അത് 4-5 സിനിമകളിലായിട്ട്. അത് ഞാൻ 10-15 സിനിമ പാടിയെങ്കിൽ പോലും സിനിമയാണെന്നും പറഞ്ഞ് പുറത്ത് വന്നത് ഒരു 3-4 പിക്ചറേ പുറത്ത് വന്നു. ബാക്കിയുള്ള പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്ത് അത് സിനിമ ആയില്ല. അന്ന് അങ്ങനെ ഇരുന്നുണ്ട്, ട്രാക്കൊക്കെ പാടിയിട്ട് പിന്നെ അത് സിനിമ ആവത്തില്ല, ഒഴിവാക്കുകളെ അല്ലേ? സിനിമയിൽ എന്തുകൊണ്ടായിരിക്കും? സിനിമ എന്ന് പറയുന്നത് ഒരു ഭയങ്കര പൊളിറ്റിക്സ് ഉള്ളൊരു ഫീൽഡാണ്. അവിടെ ശരിക്കും എന്താണ് അതിൻ്റെ ഒരു, ഞാനതൊക്കെ തുറന്നു പറയാനൊന്നും ഞാൻ ആളല്ല. കാരണം ഭാഗ്യത്തിലും കൂടെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈശ്വരാധീനം അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം
ഇതൊന്നും എനിക്ക് ഒത്തു വരാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ മനഃപൂർവ്വം തഴയപ്പെട്ടത് കൊണ്ടാവാം, സിനിമാ ഫീൽഡ് മനഃപൂർവ്വം മറന്നുപോയത് കൊണ്ടാവാം, എന്തോ എന്നെ ആ ഫീൽഡിലേക്ക് ആരും വിളിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു പാടാനുള്ള ഒരു ആ ത്വര കൊണ്ടോ, അല്ലെങ്കിൽ ഞാനിപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും നിലനിൽക്കുന്നത്. നിങ്ങളെപ്പോലുള്ളവരൊക്കെ എന്നെ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അല്ല, അതുകൊണ്ടല്ല ഞാൻ ഇതിനകത്ത് പറഞ്ഞത്, ഞങ്ങളൊക്കെ കേട്ട് ഞങ്ങളൊക്കെ ഒരു കാലത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ മലയാളത്തിൽ ഇപ്പോഴത്തെ ലീഡിങ് സിംഗേഴ്സ്, നമ്മൾ ലെജൻസ് എന്ന് പറയുന്ന ഗായകനും ഗായികയും അവരൊക്കെയും ആ കാലഘട്ടത്തിൽ ഈ 90s ഈ പറഞ്ഞ 2000 ഒക്കെ വന്ന് വൻ ഹിറ്റായവരാണ്. ആ സമയത്ത് ഗാനമേള വേദികളിലെ സൂപ്പർ താരമായിരുന്നു ഈ കോട്ടയം ആലിസ് അല്ലെങ്കിൽ ആലിസ് എന്ന് പറയുന്ന ഗായിക. ആ സമയത്ത് ആ ഗാനമേള വേദികളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു താരമായിരുന്നു. ആ താരത്തിനാണ് സിനിമയിൽ അവസരം കിട്ടിയില്ല എന്ന് പറയുന്നത്. അതാണ് ഞാനും പറയുന്നത്. എനിക്കാണെങ്കിൽ ഞാൻ ഈ അറിയാവുന്ന എല്ലാ കലാകാരന്മാരുടെ കൂടെയും ഒക്കെ വിദേശത്തും ഒരുപാട് പ്രോഗ്രാമുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. അല്ലാതെ ഉള്ള റെക്കോർഡിങ്സ്, നാടകത്തിൻ്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട്, അല്ല ക്രിസ്ത്യൻ ഡിവോഷണൽ പാട്ടുണ്ട്, ഹിന്ദി ഡിവോഷണൽ പാട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. ഞാൻ അത്രയ്ക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു സിംഗറുമാണ്. പക്ഷേ മനഃപൂർവ്വമാണോ എന്തോ എന്നെ സിനിമ ഫീൽഡിലേക്ക് എന്നെ ആരും റെഫർ ചെയ്തിട്ടുമില്ല, എന്നെ വിളിച്ചിട്ടുമില്ല. പക്ഷെ എനിക്ക് വേറൊരു കാര്യമുണ്ട്. ഞാൻ വളർന്നു വന്നത് അമ്പലപ്പറമ്പിലൂടെയാണ്. അമ്പലപ്പറമ്പിലെ സാധാരണക്കാരായ ആളുകളുടെ മുൻപിൽ പാടി അവരുടെ കയ്യടി നേടി ഞാൻ വളർന്നു വന്നൊരു പാട്ടുകാരിയാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ആ ഒരു അപകർഷതാ ബോധമേ ഇല്ല. എനിക്ക് എപ്പോഴും എൻ്റെ ശ്രോതാക്കൾ എന്ന് പറയുന്നത് അവരാണ്. എൻ്റെ ഓർക്കസ്ട്രക്കാർ, എനിക്ക് വേണ്ടി വായിച്ചിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വായിച്ചിട്ടുള്ള എൻ്റെ ആർട്ടിസ്റ്റുകൾ, എനിക്ക് അവരോടൊക്കെയുള്ള കടപ്പാടേ എനിക്ക് ജീവിതത്തിലുള്ള. പിന്നെ എനിക്ക് ഈ അമ്പലപ്പറമ്പിലെല്ലാം നടന്ന് എനിക്ക് പൈസ പിരിച്ച് എനിക്ക് എൻ്റെ വീട് നടത്താൻ എനിക്ക് പൈസ തന്ന ആളുകൾ, ഞാൻ ആ ക്ഷേത്രങ്ങളും അവിടുത്തെ കൂടിയ ആളുകളൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറയെന്ന് പറയുന്നത് അവർ തന്നെയാണ്. ഇപ്പോഴും ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ അവർ ആവേശത്തോടുകൂടി എന്നെ സ്വീകരിക്കുന്ന ആ ഒരു കാരണം കൊണ്ടാണ്. ഞാൻ അവരെ ഒന്നും കളഞ്ഞിട്ട് പോയിട്ടില്ല. ഞാൻ സിനിമ എന്ന് പറയുന്ന ഒരു മാസ് മീഡിയമായ ലോകത്തിൻ്റെ ഒരു പ്രഭാവത്തിലും വളർന്നു വന്ന ഒരാളല്ല. ഒരു വിഷ്വൽ മീഡിയയും എനിക്ക് അതിന് വേണ്ടതായ ഇമ്പോർട്ടൻസ് തന്നിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ റിയാലിറ്റി ഷോകളിലൂടെ ചെറിയൊരു റിയാലിറ്റി ഷോ ഞാൻ അമൃത ടിവിയിൽ ചെയ്തതിൻ്റെ പേരിലാണ് ഞാനിപ്പം കുറച്ച് ഫെമിലർ ആയിട്ട്. അതെ. അപ്പം ഞാൻ അതിനകത്ത് കുറേ കമൻറ്റുകൾ, ഈ ചില വീഡിയോകളിലെ കമൻറ്റുകൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അതിനകത്ത് ഒരു നെഗറ്റീവ് കമൻറ്റ് ഇല്ല. ഈ 1000 കമന്റ് ഉണ്ടെങ്കിൽ 1000 കമന്റും വളരെ പോസിറ്റീവായ കമന്റ്സ് ആണ്. അതായത് എന്തൊരു ശബ്ദം, ഇത് എവിടെയായിരുന്നു. അതായത് കോട്ടയം ആലിസിനെ ഇപ്പോഴും കേൾക്കാനും കാണാനും ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമുണ്ട്. അതിനകത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ഈ സാധകം ചെയ്യുന്ന പുതിയ പാട്ടുകാർക്ക് സാധകം ചെയ്യാൻ വേണ്ടിയിട്ട് ലളിതാ സഹസ്രനാമം എന്തോ ചൊല്ലുന്ന ഒരു ഇതുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത് എന്തോ ബ്രീത്തിങ് എക്സസൈസോ അങ്ങനെ എന്തോ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെ, അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഞാൻ ഇത് പറയുന്നത് മറ്റുള്ള മതക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ഒന്നും അത് പ്രാക്ടീസ് ചെയ്യാനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിനെ ഇഷ്ടപ്പെടുന്നവർ, ഇതിനെ ഉപാസിക്കുന്നവർ, ഇത് ഞാൻ അനുഭവത്തിൽ നിന്നും പറഞ്ഞ കാര്യമാണ്. എനിക്കതുകൊണ്ട് ആരോടും ആർഗ്യുമെന്റ് ഒന്നുമില്ല. ചിലരൊക്കെ ചിലരൊക്കെ അത് വിവാദമാക്കിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സയൻസ് ഇത്രയും വളർന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ബ്രീത്തിങ് അങ്ങനെ നിലനിൽക്കുമെന്ന് എൻ്റെ എക്സ്പീരിയൻസ് അതാണ്. 18 വർഷമായിട്ട് ഞാൻ നിരന്തരം, ഇന്ന് രാവിലെയും കൂടി ഞാൻ ചൊല്ലിയ ഒരു സാധനം, അത് എൻ്റെ ബ്രീത്തിങ്ങിനെ അത് സുഗമമായി ബ്രീത്ത് ചെയ്യാനും നല്ല അക്ഷരസ്ഫുടതയോടുകൂടി സംസാരിക്കാനും. പാട്ടുകാർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് അക്ഷരസ്ഫുടതയാണ്, ഉച്ചാരണ ശുദ്ധി. നമ്മുടെ ദാസേട്ടനെയൊക്കെ ആ കാര്യത്തിൽ നമ്മൾ നമിക്കണം. അദ്ദേഹം ഒരു പാട്ടുപാടിയിൽ നമുക്ക് എഴുതിയെടുക്കാം കൂടെ ഇരുന്ന്. അപ്പൊ അതൊക്കെ ഉണ്ടാവാൻ നമ്മുടെ ശരീരത്തിലെ ഊർജത്തിന്റെ ഏറ്റക്കുറച്ചിലുകളെ നിയന്ത്രിക്കാൻ ഒരു പാട്ടുകാർക്ക് വേണ്ടത് അതല്ലേ, ഒരു ആത്മീയമായ ഒരു നല്ല ചൈതന്യം ഉള്ളിലുണ്ടെങ്കിൽ സുഗമമായി പാടാൻ. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്. അതിനെ നമുക്ക് നിലനിർത്താൻ ഇങ്ങനെയുള്ള മന്ത്ര ഉച്ചാരണങ്ങളും ഇതൊക്കെ നമുക്ക് സഹായിക്കുമെങ്കിൽ അതിനൊരു മതം എന്തിനാ കൊണ്ടുവരുന്നത്? ഒരു മതത്തിന്റെ എവിടെ എന്തായിരുന്നു അവരുടെ ഈ ഹിന്ദു മതത്തിലെ അല്ലെങ്കിൽ ഈ ലളിതാ സഹസ്രനാമം ആണ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടാണോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്തത്? അതൊരു മതത്തിന്റെ ഒരു ഭാഗമല്ലേ അത്. മറ്റുള്ള മതക്കാർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം. എനിക്ക് അതിലൊന്നും വിഷയമല്ല. ഞാൻ എൻ്റെ ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും എൻ്റെ സന്തോഷത്തിനും അല്ല ഞാൻ ചോദിക്കുന്നത്, എല്ലാ മതത്തിനെയും സ്വീകരിക്കുമ്പോഴല്ലേ നമ്മൾ മനുഷ്യരാവുന്നത് ശരിക്കും. ഒരു മതവും മറ്റുള്ളവരെ മാറ്റി നിർത്താൻ പറഞ്ഞില്ല. നമ്മൾ മതം പഠിച്ച് മനുഷ്യരാകുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ മതം പഠിച്ച് ഭ്രാന്തന്മാരായിട്ട് മാറുകയല്ല ചെയ്യേണ്ടത്. മതം എന്തിനാ? മനുഷ്യനെ മനസ്സിലാക്കാനാ. ഏതും പഠിച്ചാലുണ്ടല്ലോ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ നമ്മൾ അറിയുന്നത്. അതെല്ലാ മനുഷ്യരിലും ഒരുപോലെ.
അതാണ് ഇത് നമ്മളെ മനസ്സിലാക്കി അപ്പൊ അങ്ങനെ വിവാദം പറഞ്ഞവർക്ക് അല്ലെങ്കിൽ അത്തരം ഇത് പറയുന്നവർക്ക് വേണ്ടി ഒരു വരി ലളിത സഹസ്രനാമത്തിന്റെ ഒരു വരി എന്ന് ഒരു വരി എന്ന് എന്തായാലും അവർക്ക് ഇച്ചിരി കൂടെ വിഷമം തോന്നട്ടെ. ഞാൻ എല്ലായിടത്തും ഞാൻ എൻ്റെ ധ്യാന ശ്ലോകങ്ങളാണ് ചൊല്ലാറുള്ളത്. നാല് ധ്യാന ശ്ലോകങ്ങളുണ്ട് അതിൻ്റെ. അത് ഇതിൻ്റെ ലളിതാ സഹസ്രനാമത്തിൻ്റെ ആറ്റിക്കുറുകിയ ഒരു രൂപമാണ് ധ്യാന ശ്ലോകം എന്ന് പറയുന്നത്. ഒരു ധ്യാന ശ്ലോകം മാത്രം ചൊല്ലിയാൽ പോലും അത് നമുക്ക് അത്രയ്ക്കും നമ്മുടെ ഉള്ളിൽ ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലി സ്ഫുരത്താരാനായക ശേഖര സ്മിതമുഖീം ആപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോത്പലം ബിഭ്രതീം സൗമ്യാം രത്നഖടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം ധ്യായേത് പത്മാസനസ്താം വികസിതവദനാം പത്മപത്രായദാക്ഷിം ഹേമാഭാംബീതവസ്ത്രാം കരകലിതലസത് ഹേമപത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുദാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാമളികചുംബികസ്തൂരികാം സമന്ദഹസിദേക്ഷണാം ശശരചാപപാശാങ്കുശാം അശേഷജനമോഹിനീം അരുണമാല്യഭൂഷോജ്വലാം ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേദംബികാം അരുണാം കരുണാതരംഗിതാക്ഷിം ധൃതപാശങ്കുശപുഷ്പബാണചാപാം അണിമാധിപുരാമൃതാം മയൂഖൈരഹമിത്യേവ വിഭാവയേ ഭവാനിം. ഇത് കേൾക്കുമ്പോൾ ആർക്കാണ് ഇത്രയും വിഷമം വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് നിങ്ങൾ എന്നെ അനുവദിച്ചാൽ ഞാൻ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. നമ്മുടെ സമയപരിമിതി നാമങ്ങൾ ഇങ്ങനെ ഒരു 40 മിനിറ്റോളം ഉണ്ട്. ഈ 40 മിനിറ്റ് ഇത് ചൊല്ലിയുണ്ടല്ലോ, നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് എത്രമാത്രം എനർജി നമ്മുടെ ശരീരത്തിൽ അത് ഓടുന്നുണ്ട്, എത്രമാത്രം നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആവും. ഇതിൻ്റെ ഓരോ അക്ഷരം ബീജാക്ഷരങ്ങളാണ്. ഈ ബീജാക്ഷരങ്ങളൊക്കെ വേദങ്ങളിലും ഒക്കെ ഉണ്ടായി വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ലളിതാ സഹസ്രനാമം വേദങ്ങളിൽ നിന്നല്ല, അത് വശന്യാദി വാഗ്ദേവതകളുടെ എല്ലാ മതത്തിലും പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. കാരണം എല്ലാ ഉത്സവപ്പറമ്പുകളിൽ മാത്രമല്ല മതത്തിന്റെയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ നമ്മുടെ ഒരു ജന്മം കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു അല്പം ഒക്കെ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഹിന്ദു മതത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതും. പക്ഷെ ഞാൻ ക്രിസ്ത്യാനി ആണെങ്കിൽ പോലും ഞാൻ എന്നും എൻ്റെ സർവശക്തനായ ദൈവത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യും. എല്ലാത്തിൻ്റെയും അന്തസ്സത്തെ ഒന്നാണെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ശരിക്കും ഒരു നല്ല മനുഷ്യൻ. തീർച്ചയായിട്ടും ഇതിനൊന്നും എനിക്ക് വാക്കുകളില്ല. ഞാൻ ഇതിനൊന്നും ഒന്നും ചോദിക്കാൻ എനിക്കില്ല. കാരണം അത് വ്യക്തിത്വമാണ് ഈ പറയുന്നതൊക്കെ. അപ്പോൾ ആ വ്യക്തിത്വത്തെ നമ്മൾ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാനോ ഒന്നും ഞാൻ ആളല്ല. ഞാൻ വീണ്ടും ഇതിലേക്ക് വരികയാണ്, ഗാനമേള വേദികളിലേക്ക് വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ കാലം ഒരുപാട് മാറി. ഇപ്പം 50ാമത്തെ വർഷത്തിലെത്തി നിൽക്കുക. അപ്പം അന്ന് 70കളിൽ ഉണ്ടായിരുന്ന ഗാനമേള ആസ്വാദന രീതിയും ഗാനമേള വേദികളും ഉൾപ്പെടെ ഈ 2024 എത്തി നിൽക്കുമ്പോൾ മാറുന്നുണ്ട്. ഇപ്പം ഗാനമേളയിൽ കൂടുതലും പെർഫോമൻസുകളാണ്. നമ്മൾ പാട്ടിനേക്കാളും കൂടുതലും പെർഫോമൻസ്. അപ്പോൾ ഈ ഗാനമേളയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് തോന്നുന്നത്? ഗാനമേള എന്നുള്ള പേര് തന്നെ മാറ്റണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഗാനലഹള എന്നാക്കിയിട്ടുണ്ട് സ്റ്റേജിൽ. ഓരോ പാട്ടുകാർ വന്ന് കാണിക്കുന്നത് എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചിലപ്പോൾ നമുക്കത് കേൾക്കാൻ എന്നെപ്പോലെയുള്ള ഒരാൾ, ഞാനൊക്കെ പഴയ കാലഘട്ടം അല്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ പറയുന്നത് ജനറേഷൻ്റെ പ്രശ്നമാണെന്ന് ചിലപ്പോൾ പറയുമായിരിക്കും. അതെ, ഒരു മര്യാദയ്ക്കൊരു പാട്ട് പാടാൻ, ഒരു അനങ്ങാതെയൊക്കെ നിന്നൊരു പാട്ട് പാടാൻ പറ്റുക എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ്. ഇതിനിടയ്ക്ക് ഒരു ഡാൻസ് ചെയ്യുകയും പിന്നെ വന്നെന്ന് പാടുക. ഇന്ന് ശരിക്കും ഗാനമേളയിൽ കാണിക്കുന്ന കോപ്രായങ്ങൾ, ഒരു പാട്ടിന് 100 ഡ്രസ്സ്, ഒരു ഗാനമേള നടന്നു കഴിയുമ്പോഴത്തേക്കും ഒരു പാട്ടുകാരിയും ഒക്കെ ഒരു കുറേ വേഷങ്ങൾ മാറി. കോസ്റ്റ്യൂംസ് ആണ് നമ്മുടെ ഈ പാട്ടിനെ അട്രാക്ഷൻ ആയിക്കോട്ടെ. പക്ഷെ തലകുത്തിന്ന് ഡാൻസ് ചെയ്തിട്ടൊന്നും ഒരു പാട്ടുകാർക്ക് ഒരു സ്വസ്ഥമായിട്ട് നിന്ന് പാടാൻ പറ്റില്ല. അല്ല, എനിക്ക് തോന്നുന്നത് അതാണ്, ഈ ബഹളത്തിന്റെ ഇടയ്ക്ക് ഈ പാടുന്ന ചിലപ്പോൾ അങ്ങ് മുങ്ങിപ്പോവല്ലേ. അതുകൊണ്ട് അതാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം. ഇന്ന് പാട്ട് നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അത് സ്റ്റേജിൽ പ്ലേ ചെയ്തിട്ട് അതിൻ്റെ പ്ലസ് ട്രാക്ക് ഉപയോഗിച്ചിട്ട് വായ അനക്കിയിട്ട് ഇന്ന് കമ്മിറ്റിക്കാരെയും നാട്ടുകാരെയൊക്കെ പറ്റിക്കുന്ന ഒരു പരിപാടി ഇപ്പം ഗാനമേള എന്ന് പറയാം. പല എല്ലാവരും ഇല്ല കേട്ടോ, നല്ല നല്ല കലാകാരന്മാരും കലാകാരികളും ഇതിനിടയ്ക്കുണ്ട്. ഇന്ന് ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന ഇതാണെന്നാണ് എൻ്റെ ഒരു
ഞാൻ എനിക്ക് എൻ്റെ മനസ്സിലായ ഒരു എൻ്റെ കാര്യം ഒരു അറിവ് അല്ലെങ്കിൽ ഇത്രയും ഡാൻസ് ഒക്കെ ചെയ്ത് തന്നിട്ടൊന്നും ഒരു മര്യാദയ്ക്ക് ഒരു മെലഡി സോങ് ഒന്നും പാടാൻ പറ്റത്തില്ല. ജാനകിയമ്മയൊക്കെ പാടിയിട്ടുള്ള പാട്ടുകൾ ഒരു മെലഡിയൊക്കെ പാടണമെങ്കിൽ എത്ര ദിവസത്തെ സബരിയോടുകൂടി മാത്രം നിന്ന് അത് പാടാൻ പറ്റും സ്റ്റേജിൽ. അവർ ആ പാട്ടിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, ദാസേട്ടനൊക്കെ ഒരു പാട്ടിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മര്യാദയ്ക്ക് ഒരു പാട്ടുകാരൻ നിന്ന് പാടണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഒരു നല്ല ഉള്ളിൽ നല്ല ഈശ്വരാധീനവും നല്ല ഒരു പ്രാക്ടീസും ഇല്ലാതെ അത് പാടാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ കോപ്രായം കാണിച്ചിട്ട് നിന്ന് പാടാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയം. എന്നെ കൊണ്ട് പറ്റില്ല ഇത്രയും ഡാൻസ് ചെയ്തിട്ടൊന്നും. പക്ഷേ സ്റ്റേജിൽ മൂവ്മെന്റ്സ് കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ. ഈ ഉഷാ ഉതുപ്പിൻ്റെയും ഉഷാജിയുടെയും മറ്റുള്ള പാട്ടുകാരുടെയൊക്കെ പാട്ടിനൊപ്പിച്ച് ഡാൻസ് ചെയ്ത് പാടിയിട്ടുള്ള ഒരു പാട്ടുകാരനെ അല്ലെങ്കിൽ പാട്ടുകാരത്തി വിലയിരുത്തുന്നത് എങ്ങനെയാ? ഒരു വേഴ്സറ്റൈൽ സിംഗർ എല്ലാ രീതിയിലുള്ള പാട്ടുകളും പാടാൻ കഴിയണം. ഒരു പാട്ടുകാരൻ എന്ന് പറയുമ്പോൾ അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ റിയാലിറ്റി ഷോകളൊക്കെ വന്നതിന് ശേഷമായിരിക്കും ഈ ടിവിയിലൊക്കെ ഉള്ള റിയാലിറ്റി ഷോ അതിനുശേഷമാണോ ഈ ഒരു മാറ്റം? ചാനലുകളുടെ ഒരു അതിപ്രസരമാണ് ഈ ഗാനമേള രംഗം ഇത്രയും വഷളാവാനും പ്രോഗ്രാം കുറയാനും ഒക്കെ കാരണം. പക്ഷെ നമ്മളത് പറയുമ്പോഴും അതൊക്കെ ഒരു ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യപ്പെട്ട ഒരു പ്രോഗ്രാംസ് അല്ലേ ഇതൊക്കെ? ആണ്. അത് വീട്ടിലിരുന്ന് കാണാൻ കൊള്ളാം. ഒരു സ്റ്റേജിൽ നമ്മുടെ വീട്ടിലിങ്ങനെ ഇരുന്ന് റിയാലിറ്റി ഷോ നമ്മൾ വീട്ടിലിരുന്ന് കാണാൻ കൊള്ളാം. അത് പുറത്തോട്ട് ഇറങ്ങിയ ഒരു 10 പാട്ട് ഒരു അടുപ്പിച്ച് നിന്നൊരു പാട്ടുകാരനെ പാടാൻ പറ്റുമെങ്കിൽ അതാണ് ഒരു പാട്ടുകാരനും പാട്ടുകാരെയും നമ്മൾ വിലയിരുത്തുന്നത്. ഇതിനിടയ്ക്ക് വെച്ച് എപ്പോഴെങ്കിലും ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നോ? എനിക്ക് കുറേ വർഷത്തേക്ക് ഞാൻ ഈ പ്രോഗ്രാം ഒക്കെ ഇല്ലാതെ അങ്ങനെ ഞാൻ വീട്ടിൽ ആയിപ്പോയ ഒരു കാലഘട്ടം എനിക്ക് ഉണ്ടായിരുന്നു. അതെന്ത് പറ്റിയത് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അതെന്തുകൊണ്ട് ഈ പുതിയ കുട്ടികളുടെ ഈ കടന്നുകയറ്റം വന്നപ്പോഴത്തേക്കും പ്രായമുള്ള നമ്മളെയൊക്കെ കാണുന്നതിനേക്കാൾ കൂടുതൽ പുതിയ പുതിയ ആളുകളെ പരീക്ഷിക്കുന്ന ഒരു കാലഘട്ടമല്ലേ ഇപ്പോൾ. അപ്പൊ ന്യൂ ഫേസസിനെ കാണാനായിരിക്കും ആളുകൾക്ക് ഇഷ്ടം. ഇപ്പൊ നമ്മളുടെ കാലശേഷം ചിലപ്പോ പറയുമായിരിക്കും, അയ്യോ മലയാളം ഉപയോഗിക്കാതെ പോയ ഗായിക എന്നൊക്കെ വേണമെങ്കിൽ പറയുമായിരിക്കും അല്ലേ? ശരിയല്ലേ? അങ്ങനെയാണല്ലോ പൊതുവേ കണ്ടുവരുന്നത്. പൊതുവേ നമ്മളിൽ മൺമറഞ്ഞു പോകുമ്പോൾ നമ്മളെ കുറിച്ച് പറയുന്നത് അതല്ലേ, മലയാളം വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കാതെ പോയ ഒരു പ്രതിഭയായിരുന്നു എന്നൊക്കെ. അത് ഇപ്പൊ രവീന്ദ്ര മാഷൊക്കെ മരിച്ചപ്പോഴും അപ്പൊ മാഷിനെ കുറിച്ചൊക്കെ പറയുന്നത് അങ്ങനെയല്ലേ, മലയാള സിനിമ വേണ്ട പോലെ ഉപയോഗിച്ചില്ല അദ്ദേഹത്തെ. എന്തുകൊണ്ട് ഉപയോഗിക്കാതിരുന്ന്? അദ്ദേഹം പറഞ്ഞു എന്നെ ആരും വിളിക്കരുത്, എന്നെ എടുക്കരുതെന്ന്. നമ്മുടെ മലയാളികൾക്ക് അങ്ങനെ ഒരു ട്രെൻഡാണ്. മരിച്ചു കഴിയുമ്പോഴാണ് അവർക്കെല്ലാം കൊടുക്കുന്നത്. ഈ അവസരങ്ങൾ ചോദിച്ചാൽ അടുത്തെങ്കിലും പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. അതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. എന്നെ പേരുണ്ടല്ലോ, ഇപ്പൊ ആരെങ്കിലും ഒക്കെ വിളിക്കുമായിരിക്കും. പക്ഷേ അവസരങ്ങൾ നമ്മൾ തേടി പോകണമെന്നാണ് അറിവുള്ളവർ പറയുന്നത് അല്ലേ? നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്, അവസരങ്ങളെ തേടി പോകണം. അല്ല, ഈ കാലത്ത് ഉള്ളൊരു ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്കൊരു പാട്ട് പാടി നമ്മൾ ഇട്ടാൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പെർഫോമൻസ് കാണിച്ചാൽ നമ്മളുടെ കഴിവ് ലോകം ആ സ്പോട്ടിൽ അറിയുകയാണ്. അപ്പൊ അതിലൂടെ നമ്മൾ വൈറലാകും. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ വന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു അവസരം ഞാനിപ്പോ നഷ്ടപ്പെടുത്താറില്ല. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഒരു ഇതൊരു ഇമ്പാക്ട് ഭയങ്കര വലുതാണ്. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പുതിയൊരു ഗാനമേള ട്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഞാനിപ്പം പുതിയ എന്റെ ട്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ സീസണിൽ ലാസ്റ്റാണ് ഞാൻ അനൗൺസ് ചെയ്തത്. അതുകൊണ്ട് കുറച്ച് പ്രോഗ്രാം ചെയ്തു. ഇപ്പൊ അടുത്ത സീസണിൽ ഞാൻ കുറച്ച് പ്രോഗ്രാം ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കുക. അപ്പം കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ? കേരളം മുഴുവനല്ല, ഞാൻ ബാംഗ്ലൂരൊക്കെ ഇപ്പൊ പ്രോഗ്രാം ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് വിദേശത്തും അവിടെ നിന്നൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ കാലത്തെ രീതിക്ക് അനുസരിച്ചാണോ ഇപ്പോഴത്തെ ട്രൂപ്പ് മാറിയിരിക്കുന്നത്? അതോ എന്റെ പ്രോഗ്രാമിന്റെ ഒരു പോക്കെന്ന് പറയുന്നത് ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടുന്ന കുറെ പാട്ടുകൾ ഞാൻ പാടുന്നുണ്ട്. ഞാൻ എല്ലാം പാടും. ഒരു പുതുതലമുറ പാട്ടൊന്ന് പാടും. പെട്ടെന്ന് ഒരു പുതുതലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പാട്ട്. കാരണം എല്ലാവരും കാണുമല്ലേ, കാണട്ടെ, പുതുതലമുറയും ഇഷ്ടപ്പെടട്ടെ. അയ്യോ ഏത് പാടുണ്ടപ്പാ പുതിയ തലമുറയ്ക്ക് ഇപ്പോഴത്തെ പാട്ടുകൾ ഈ രഞ്ജിതമേ അതൊക്കെ ഉണ്ട്. കട്ടമല്ലി കട്ടി വെച്ചാ കാലകാലക്ക പൊട്ടു വെച്ചാ സന്ധിരനുണ്ട് വെച്ചാ പാമ്പ് എടുപ്പ് വെച്ചാ വച്ചപ്പൊട്ടിലുണ്ണை തൂക്കി നെത്തിക്കുമത്തിയിലൊട്ട വെച്ചവളെ ഉച്ചക്കൊട്ടും നേരത്തുക്കുള്ള ഉച്ചാങ്കട്ടം തൊട്ടവളെ രഞ്ജിതമേ ഏ രഞ്ജിതമേ ഏ രഞ്ജിതമേ രഞ്ജിതമേ മനസ്സ് കലക്കും മംഗളമേ രഞ്ജിതമേ രഞ്ജിതമേ ഒക്കെ പാടുന്നുണ്ട്. അതൊക്കെ പാടുന്നുണ്ട് ഞാൻ. പുതിയ ട്രെൻഡായിട്ടുള്ള പാട്ടുകളെല്ലാം പാടുന്നുണ്ട് ഞാൻ. എൻ്റെ ട്രൂപ്പിലൊരു എക്സ്ട്രാ ഒരു ഫീമെയിലിനെ വേണമെന്ന് ഒരാവശ്യമില്ല. കാരണം ഞാൻ എല്ലാ ടൈപ്പ് പാട്ടും
ഇപ്പോഴും പാടും. ഇപ്പൊ ട്രൂപ്പിലപ്പോ വേറെ ഫീമെയിൽ സിംഗർ ഇല്ല? ഇല്ല. അത് ശരി. മെയിൽ സിംഗർ എത്ര പേരുണ്ട്? മെയിൽ സിംഗർ 3 പേരുണ്ട്. 3 മെയിൽ സിംഗറും ഒരൊറ്റ ഫീമെയിൽ സിംഗറും. അതിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ എത്ര പാട്ട് വരെയൊക്കെ അങ്ങ് പാടും സ്റ്റേജിൽ നിന്ന്? ഞാൻ പറയട്ടെ, എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. ലതാജിയുടെ, ആശാജിയുടെ, ജാനകിയമ്മയുടെ, സുശീലാമ്മയുടെ, വാണിജ്യറാം, അവരുടെ എല്ലാവരുടെയും കൂടെ പാട്ടുകൾ ഒരു 100-150ഓളം പാട്ടുകൾ കണ്ടിന്യൂസ് ഒരു 10 മണിക്കൂർ പാടി ഗിന്നസ് വേൾഡ് റെക്കോർഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു. തീർച്ചയായിട്ടും അത് സാധിക്കണം. എത്രയും പെട്ടെന്ന് ചെയ്യണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ എൻ്റെ പാട്ടെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളും കൂടെ ആദ്യമായിട്ടാണ് ഇതിപ്പോ പറയുന്നത് ഇങ്ങനെ ഒരു കാര്യം? ഞാനിപ്പോ ആദ്യമായിട്ട് ഈ പറഞ്ഞ കാര്യം നമ്മുടെ അടുത്ത് ആദ്യമായിട്ട് റിവീൽ ചെയ്ത ഈ കാര്യം തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ നല്ലപോലെ ഞങ്ങൾ എല്ലായിടത്തും പറയാം. ഇങ്ങനൊരു ആഗ്രഹം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് അതിനൊരു സ്പോൺസറിനെ വേണം. എന്നാന്ന് വെച്ചാൽ അതിന് നല്ല പൈസ ചിലവാകും. കാരണം ഒരു 3 ഗ്രൂപ്പ് ഓർക്കസ്ട്രയെ വെച്ച് വേണം വായിപ്പിക്കാൻ. കാരണം 10 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും 3 മണിക്കൂർ മനസ്സിലായി. അപ്പൊ അതാണ്. അപ്പൊ ഇത് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. കോട്ടയം ആലീസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഗായിക ഒരു വലിയ ആഗ്രഹമാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും ഇത് കാണുന്നവർ അത്തരം ഒരു ആഗ്രഹം അതിന് ഒപ്പം ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം ആ ഗാനമേള ട്രൂപ്പ് എൻ്റെ ആ ഒരു ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഇത് ചെയ്യണം. പിന്നെ എനിക്ക് ഇഷ്ടം പോലെ പ്രോഗ്രാം ചെയ്യണം തന്നെയാണ് എനിക്ക് ആഗ്രഹം. മരിക്കുന്നവരെയും നല്ലോണം കുറേ പ്രോഗ്രാം ചെയ്യണം. പിന്നെ ഞാൻ ഇപ്പൊ എൻ്റെ ട്രൂപ്പിന്റെ പേര് ഗോൾഡൻ മെലഡീസ്. ആലീസ് ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന ഗോൾഡൻ മെലഡീസിന്റെ ഗാനമേള, കൊല്ലം. പിന്നെ ഞാൻ ഒത്തിരി പ്രഭാഷണങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ കുറെ പ്രഭാഷണം ചെയ്തു. ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച്, ശ്രീനാരായണ ഗുരുജിയെക്കുറിച്ച്, പിന്നെ സൗന്ദര്യലഹരി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ട് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട്. പല ക്ഷേത്രങ്ങളിലും ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ഞാൻ മതത്തിന്റെ അതെല്ലാം വിട്ടിട്ട് നമ്മൾ മനുഷ്യൻ എന്താണെന്നും ഈശ്വരൻ എന്താണെന്നും എല്ലാവരും ഒന്ന് അറിയണം. പാട്ടുകാരായി നമ്മൾ, അല്ലെങ്കിൽ കലാകാരന്മാരായി നമ്മൾക്ക് ഈശ്വരാധീനം എന്തിനു വേണം, എന്തിനാണ് ഒരു പാട്ടുകാര് പാടുന്ന ഒരാൾ എന്തിന് ഈശ്വരനെ ഉപാസിക്കണം, ഇതൊക്കെ ഒന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? ആത്മീയതയാണ് ഇപ്പം. തീർച്ചയായിട്ടും. പിന്നെ സിനിമയിൽ ഇനിയെങ്കിലും അവസരം കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ എല്ലാ മനുഷ്യരിലുണ്ടല്ലോ. അതാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകം, പ്രതീക്ഷകൾ. ജീവിതത്തിന്റെ പ്രതീക്ഷകൾ ഇല്ലെങ്കിൽ പിന്നെ ഇനി ആരുടെങ്കിലും ചാൻസ് ചോദിച്ചാൽ എനിക്ക് ചാൻസ് കിട്ടുമെന്ന് ഇപ്പം സിനിമാ ഫീൽഡേ പോയില്ലേ. പിന്നെ ഇനി സിനിമയിൽ പാട്ടുകൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും നല്ല ബാനറില് നല്ല പാട്ടുകളൊക്കെ കിട്ടണം ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോഴും ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. നല്ല പാട്ടുകൾ ഇപ്പൊ നമ്മൾ പാടിയ പാട്ടുകൾ കേൾക്കുമ്പോൾ ആസ്വാദനത്തിന് ഒരു കുറവില്ല. ഞാൻ ഈ വെറുതെ പറഞ്ഞല്ല, കമന്റുകൾ കാണാറുണ്ടോ, ശ്രദ്ധിക്കാറുണ്ടോ അത്രയും കമന്റുകളൊക്കെ? കമന്റ്സ് എല്ലാം കംപ്ലീറ്റും എനിക്കിപ്പോ ഈ റിയാലിറ്റി ഷോയിലൊക്കെ വന്ന് പാടുന്ന കുട്ടികൾക്ക് അവരുടെ പാട്ടിന്റെ പഴയ പാട്ടുകളാണല്ലോ ഇപ്പൊ 70-80s ഉള്ള പാട്ടുകളാണല്ലോ പിള്ളേരെല്ലാം. തീർച്ചയായിട്ടും അവരാണ് പാട്ട് പോലും പിള്ളേർ പാടുന്നില്ല. അപ്പൊ ആ പാട്ടുകളൊക്കെ പാടിയാണ് ഞാനൊക്കെ ഇത്രയും വർഷം ഈ ഭൂമി ഇവിടെ നിലനിന്നത്, ഈ ഫീൽഡിൽ നിലനിന്നത്. അപ്പൊ ആ കുട്ടികളെ പാടുന്ന പാട്ടിന്റെ കറക്റ്റ് ആയിട്ടുള്ള വേർഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ, അവരെ നല്ലൊരു ഗ്രൂമിങ് ചെയ്യാൻ വളരെ ശരിയായും വളരെ വേണ്ടതുമായ ഒരു കാര്യം ഇപ്പൊ പറഞ്ഞത്. കാരണം ഈ 50 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഈ ഗായിക ഒരു ചാനലില് റിയാലിറ്റി ഷോയില് ജഡ്ജിയായി ആഗ്രഹമുണ്ട്. ജഡ്ജിയായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവർക്ക് നല്ലൊരു ബ്രീത്തിങ് എക്സസൈസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്ത് അവരെ കുറച്ച് ആത്മീയമായ കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഈ പാട്ടിനെ കുറിച്ച് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ ഇവര് ചിലപ്പോ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്ക് ഇവരെ പിന്നെ ശരിയാണ്. അവരുടെ ഉള്ളിലുള്ള കഴിവിന്റെ ഇമ്പോർട്ടൻസ് 2-3 പേര് മാത്രമേ പുറത്തേക്ക് വരത്തുള്ളൂ. അതെ, ഞാനൊക്കെ പറഞ്ഞില്ലേ, ആ എന്റെ പാടാനുള്ള ഒരു കഴിവുകൊണ്ട് മാത്രം ഞാൻ എന്റെ കുടുംബത്തെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. എനിക്ക് വേറെ ഒരു തൊഴിലും അറിഞ്ഞൂടായിരുന്നു. അപ്പൊ എനിക്ക് പാടാൻ കഴിവില്ലായിരുന്നെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ജോലി തിരക്കി പോകുമായിരുന്നു. പക്ഷെ പാട്ടിലൂടെ മാത്രമാണ് ഞാൻ എൻ്റെ കുടുംബത്തെ ഞാനിപ്പം നല്ലൊരു നിലയിൽ ഉയർത്തിക്കൊണ്ടത്. എൻ്റെ 2 മക്കളും നല്ല വിദ്യാഭ്യാസവും അല്ല, അതെ, പണ്ടും അതെ, ഗാനമേള എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ചാർജ് അതിന് കൂടുതലാണല്ലോ. നല്ല റേറ്റും കിട്ടും, വരുമാനം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സാമാന്യം നല്ലൊരു നിലയിൽ ജീവിക്കാനുള്ള വരുമാനം ഒരു കലാകാരൻ ഇന്ന് നമ്മുടെ കേരളത്തിൽ കിട്ടുന്നുണ്ട്. അവരാ പൈസ മറ്റുള്ള രീതിയിലൊക്കെ കൺവേർട്ട് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് അവരുടെ കുടുംബത്തിനെ നല്ലതുപോലെ നോക്കാൻ പറ്റാത്തത്. എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട്, അവരെ കല കൊണ്ട് മാത്രം അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട്. ഈ ഒരു വരുമാനം മാത്രം മതി, നമുക്ക് ഒരു ടാക്സ് പോലും കൊടുക്കണ്ട. ഉണ്ടോ നമ്മുടെ പ്രോഗ്രാമിന് ആരും ടാക്സ് മതി? ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ആരെങ്കിലും ടാക്സ് ചോദിക്കാം? അങ്ങനൊന്നുമില്ല. നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ള നമ്മുടെ റെപ്യൂട്ടേഷൻ അനുസരിച്ചുള്ള റെമ്യൂണറേഷൻ നമുക്ക് എല്ലായിടവും കിട്ടും. നമ്മൾ അതിന് എന്തോ വേണം, നമുക്ക് നമ്മുടെ കലയെ നല്ലോണം നമ്മൾ ഉപാസിക്കണം. നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യണം.
പാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് 4 പാട്ട് പഠിച്ചിട്ട് ഒരു സീസൺ മൊത്തം പാടുന്ന ആളുകളുണ്ട്. അതെ അതെ അതെ. അങ്ങനെ പാടില്ല. നമ്മൾ ഒരു ദിവസം ഒരു പാട്ട് പഠിക്കണം. എൻ്റെ വീട്ടിൽ എനിക്ക് എത്ര കളക്ഷൻസ് എന്ന് പറയും, പാട്ടിൻ്റെ മാത്രം കുറേ കളക്ഷൻസ് ഉണ്ട്. ഞാൻ എല്ലാവരുടെയും പാട്ട് പഠിക്കും, ഗസൽ പഠിക്കും, ഭജൻസ് പഠിക്കും, എല്ലാ സിംഗേഴ്സിൻ്റെയും പാട്ടുകൾ പഠിക്കും, ക്ലാസിക്കൽ പഠിക്കും. അപ്പോൾ ഈ പഠിക്കുന്നത് എന്തിനാണ്? നമ്മുടെ അറിവ് വർദ്ധിക്കാൻ വേണ്ടിയാണ്. നമ്മളിത് എവിടെയും പാടാനൊന്നും അല്ല. ഇപ്പം ദേവരാജ മാഷൊക്കെ ചെയ്തു വെച്ചേക്കുന്ന പാട്ടുകൾ, ആയിരക്കണക്കിന് പാട്ടുകളുണ്ട്. അതൊക്കെ നമ്മൾ എവിടെ പാടാനാ? ഒരിക്കലും നമ്മുടെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം എന്തുവാ? എനിക്ക് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അറിയപ്പെടുന്ന ഒരു നല്ല പാട്ടുകാരിയായിട്ട് ജീവിച്ചു മരിക്കുക, അത്ര തന്നെ എൻ്റെ ആഗ്രഹം. ഇപ്പൊ അറിയപ്പെട്ടില്ലേ? ഇപ്പം ഇനി അറിയപ്പെടണല്ലേ? ഇനി കൂടുതൽ അറിയപ്പെടണം. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഗായികയാണ്. മറ്റേ US-ലൊക്കെ പോയിട്ടില്ലേ പാട്ട് പാടാൻ? ഉണ്ട്, US-ൽ പോയിട്ടുണ്ട്, സിംഗപ്പൂർ പോയിട്ടുണ്ട്, ഗൾഫ് നാടുകളിലാണ്ട് 10-25 പ്രാവശ്യം പോയിട്ട് ഞാൻ വന്ന ആളാണ്. സാധാരണ ഈ വിദേശത്തൊക്കെ പോകുന്ന പാട്ടുകാരെ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അത് തുടരെ അവർക്ക് പോകാൻ പറ്റുമായിരുന്നു. അതെ. പിന്നെ അതാണ് ഞാൻ പറഞ്ഞില്ല, ഈ നമ്മുടെ നാട്ടിലൊരു കുഴപ്പമുണ്ട്. നമ്മളെപ്പോൾ ഈ ഒരു കലാകാരൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇന്ന് അവൻ നല്ല പബ്ലിസിറ്റി ഉള്ള ആളാണോ അവർക്ക് നല്ല അവസരങ്ങളുണ്ടാവും. ഇന്നലെ എന്തായിരുന്നു എന്നൊന്നും ഒരു വിഷയമല്ല. ഇന്നുണ്ടോ ഫീൽഡിൽ? ഇന്നിപ്പോൾ ഉണ്ടെങ്കിൽ ആളുകൾ വിളിക്കും. നാളെ നമ്മൾ നമ്മുടെ ഈ ഒരു ഈ പ്രഭാവം നാളെ ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ നമ്മുടെ കൂടെ വരൂ. ഇന്നുള്ള ആളുകളിലൂടെ ഇന്ന് എല്ലാവരും ഇന്നലെ നമ്മൾ എത്ര വലിയ ആളാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ ഇന്നലകളെ മൊത്തം മാറ്റി വെച്ചിട്ടാണ് ഇപ്പൊ ഇന്നുകളിൽ ജീവിക്കുന്നല്ലേ? അതൊന്നും ഇനി വേണ്ടല്ലേ? ഇന്നലെ വരെ ഇന്നലെ നമ്മൾ ചെയ്തതെല്ലാം അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഇപ്പോഴത്തെ ഇന്നത്തെ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ പുതിയ തലമുറയ്ക്ക്, അതായത് 2000-ലൊക്കെ ജനിച്ചതിന് ശേഷമുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒരാളിനെ കുറിച്ച് ചിലപ്പോൾ ഒരുപക്ഷെ അറിയാൻ സാധ്യതയില്ല. കാരണം ആ സമയത്താണ് ഗ്യാപ്പ് വന്നത്. ഇപ്പൊ തിരിച്ചു വന്നത് എത്ര നാളായി? ഇപ്പം ഞാൻ തിരിച്ചു വന്നിട്ട് ഇപ്പം ഞാൻ ഫീൽഡിൽ ശരിക്കും ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാട്ടുകൾ റെക്കോർഡിംഗ് ഉണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും ആൽബം സോങ്സുകൾ ഈ ക്രിസ്ത്യൻ ഡെവോഷണൽ സോങ്സ് ആണ് കൂടുതലും പാടിയിരിക്കുന്നത്. അതെ, കുറേ അധികം പാട്ടുകൾ. അതിനകത്തുള്ള ഒരു ഹിറ്റ് ഒരു പാട്ടൊന്ന് പാടാമോ? ഞാൻ ഓർക്കുന്നെങ്കിൽ പാടാമേ. നിലയ്ക്കാത്ത സ്നേഹപ്രവാഹമേ, നിത്യജീവന്റെ ഉറവയതേ, ഏതിനിലൊഴുകി ഒഴുകും പ്രവാഹമേ, ഒഴുകും പ്രവാഹമേ. ഇത് ഞാൻ പാടിയ പാട്ടാ. അങ്ങനെ GFയുടെ കുറെ അധികം ഹിറ്റായ പാട്ടുകളുണ്ട്. പിള്ളേരൊക്കെ പാടി കേൾപ്പിക്കും, ചേച്ചി പാടിയ പാട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ നല്ല പ്രൗഡാണല്ലേ അത് കാണുമ്പോൾ? അങ്ങനെ ഒരു അവസരം. പക്ഷെ ഞാൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ടും എനിക്ക് അതിന് അവർ വേണ്ടതായ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് തന്നിട്ടില്ല. അല്ല, പൊതുവേ ഇങ്ങനെ ഒരു വിഷമം എന്താണ്? എനിക്ക് അവസരം കിട്ടിയിട്ടില്ല എന്നൊരു വിഷമം വരാൻ കാരണം എന്താ? എനിക്ക് അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു, ഇതിലും കൂടുതൽ. തീർച്ചയായിട്ടും ഞാനൊക്കെ വരുന്ന കാലഘട്ടത്തിൽ ഞാനൊക്കെ ഉള്ളൂ. വേണ്ട, ഞാൻ കലാഭവനിൽ പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ആ CD കണ്ടിട്ടാണല്ലോ പത്മനാഭൻ സാറ് ജയറാമിനെ പടത്തിലേക്ക് വിളിക്കുന്നു, നടനാകുന്നു ഒക്കെ. ഞാനുണ്ടായിരുന്നു അതിനകത്തൊരു പാട്ടുകാരിയായിട്ട്. എൻ്റെ ഞങ്ങളുടെ ഗാനമേള അതിനകത്തൊരു മെയിൻ ഘടകമായിരുന്നു. ആ ഗാനമേളയുടെ ഇടയ്ക്കുള്ളതായിരുന്നു മിമിക്രി ആണല്ലേ? അതെ, ഞങ്ങളുടെ ഗാനമേള ഭയങ്കര പോപ്പുലർ ആയിരുന്നു ഗൾഫ് കൺട്രീസിലൊക്കെ. അതിന്റെ കെയർ ഓഫ് കുറെ പ്രോഗ്രാം കിട്ടിയെന്നല്ലാതെ ഒരു സിനിമയിൽ ഒരു 4 വരി പാടിക്കാൻ പോലും എന്നെ ആരും വിളിച്ചിട്ടില്ല. അതെന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. സിനിമ അന്ന് എനിക്ക് ഒരു തോന്നുന്നു കോക്കസുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് നമുക്ക് ആർക്കും സിനിമയിലും എവിടെയും ഏത് മേഖലയിലും എത്തപ്പെടാൻ പറ്റുന്ന ഒരു അവസരമായി ഇപ്പൊ മാറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ എന്നെ അറിയില്ലാതെ പോയി എന്നുള്ളതാണ് ഒരു ഇത്. പല ഘടകങ്ങൾ കൊണ്ടാവാം എന്നെ മാറ്റി നിർത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഞാൻ അതിനകത്തൊന്നും ബോധമല്ല. എനിക്ക് പാടാൻ എൻ്റെ ഈശ്വരൻ എപ്പോഴാണ് ഈ ശബ്ദം മാത്രം നോക്കിയാൽ മതിയല്ലോ. ഇപ്പൊ ഈ കോട്ടയം ആലീസിന്റെ ശബ്ദത്തിന് ഒരു കുഴപ്പമില്ല, ഇപ്പോഴും ഒരു കുഴപ്പമില്ല, അന്നും ഒരു കുറവില്ല. പിന്നെന്തുകൊണ്ട് മാറ്റി നിർത്തി എന്നുള്ളത് മനുഷ്യൻ അവര് ചിന്തിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ എന്തിന് ഇവരെ മാറ്റി നിർത്തി എന്നുള്ളത്. അതുപോട്ടെ. പിന്നെ ഈ ഇപ്പൊ ഗാനമേളകളിലെന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ ഡ്രസ്സിങ്ങും അതുപോലെ നമ്മുടെ ആൾക്കാരുടെ യൂണിഫോമും അങ്ങനെയൊക്കെ കുറേ മാറ്റങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. കാരണം ഡാൻസേഴ്സ് ചിലപ്പോൾ ഉണ്ടാവും നമ്മുടെ കൂടെ, നമ്മൾ പാടുന്നതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഡാൻസേഴ്സ് വരും. അപ്പോൾ അത്തരം മാറ്റങ്ങളിലേക്ക് ഇനി പോകണ്ടേ? മാറ്റങ്ങൾ എപ്പോഴും കാലഘട്ടത്തിനനുസരിച്ച് നല്ലതാണ്. പക്ഷെ നമ്മൾ ഈ ആവശ്യമില്ലാത്ത വെച്ച് കിട്ടും ഒന്നും പാടില്ല. കലയിൽ എപ്പോഴും സംഗീതം എന്ന് പറയുന്നത് അതിനായിരിക്കണം ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഈ ആള് പാതി ആടപാതി എന്നൊക്കെ പറയും. നമ്മൾ മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കുക. പക്ഷെ ഡ്രസ്സിലൂടെ പാട്ടുകാർ മറ്റുള്ളവരെ ആകർഷിക്കാൻ ഒരിക്കലും നമ്മൾ പാട്ടിനായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ്. ഇപ്പൊ ജാനകിയമ്മയുടെ ഒക്കെ ഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ അവരെ ഓർക്കുന്നത്. ചിത്രയുടെ ഡ്രസ്സിനൊന്നും നമ്മളൊന്നും ഓർമ്മയിൽ പോലും ഇല്ല. അവരുടെ ഡ്രസ്സിംഗ് ഒന്നും, അവരുടെ പാട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്.
SP ബാലസുബ്രഹ്മണ്യം, ദാസേട്ടൻ എന്ത് ഡ്രസ്സ് ഇട്ടിട്ടാ? വൈറ്റ് ആൻഡ് വൈറ്റ്. നമ്മൾ കാണുന്ന കാലം തൊട്ടേ വൈറ്റ് ആൻഡ് വൈറ്റ്. ഡ്രസ്സിനകത്തൊന്നും യാതൊരു കാര്യമില്ല. പാടാൻ കഴിവുണ്ടെങ്കിൽ നമുക്കൊരു സെൽഫ് എസ്റ്റീം ഉണ്ടാവും. പാടാൻ കഴിവുണ്ടെങ്കിൽ അല്ലേ, നമ്മൾ കഴിവുള്ളവരാണെങ്കിൽ നമുക്ക് ആ ഒരു ആത്മവിശ്വാസം മാത്രം മതി. ഡ്രസ്സ് വേണം, നമ്മൾ ആരും ചീന്ന് പറയാതെ ഇരിക്കാനുള്ള നല്ല മര്യാദയായിട്ടുള്ള ഡ്രസ്സ് ഇരിക്കുക. അത് എൻ്റെ ഒരു അഭിപ്രായം അതാണ്. തീർച്ചയായിട്ടും. പിന്നെ കാലഘട്ടം മാറുമ്പോൾ ചിലർ പറയുമായിരിക്കും ഇങ്ങനെ ഇപ്പോൾ എല്ലാവരും വിഷ്വലായിട്ടല്ലേ എല്ലാ കലയും ആസ്വദിക്കുന്നത്. ഗാനമേള ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് അത് ആരുടെ ഐഡിയ ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് റിയാലിറ്റി ഷോയിലൂടെയൊക്കെ ഉള്ള ഐഡിയാസ് അതൊക്കെ. പക്ഷെ അത് ലൈവ് ഷോയ്ക്ക് അത് അങ്ങനെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഗാനമേള എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് ഒരു 10 പാട്ട് കേൾക്കാൻ ആളുകൾ ഒരു പരിധിവരെ ആൾക്കാർ പാട്ട് കേൾക്കാനാണ് വരുന്നതെങ്കിലും ചിലപ്പോൾ അവരെയും കൂടെ ഒന്ന് എന്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതായിരിക്കും. ഗാനമേളയ്ക്ക് ഒരു മലയാളം പാട്ട് പോലും ആരും പാടുന്നില്ല. പാടാൻ പറ്റില്ല. കാരണം ഒരു 2-3 പാട്ട് കഴിയുമ്പോൾ പിന്നെ ആ ഗ്രൗണ്ടിൽ അങ്ങ് തുള്ളലും. അത് പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരെ നമുക്ക് എങ്ങനെ അത് പറയാൻ പറ്റുന്നത്? നമുക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആളുകളെ സൂചിപ്പിക്കാൻ ഇപ്പോൾ ഗാനമേള. അവർ കുറേ പാട്ട് പാടിയിട്ട് അവർ കേട്ടിട്ട് അവർ പോകും. ഗാനമേള തീരും. അതിനകത്ത് എന്ത് ആത്മാർത്ഥതയുള്ള നമുക്ക് ആ ഒരു കലാരൂപത്തോട്. തീർച്ചയായിട്ടും. ഈ കോട്ടയത്ത് നിന്ന് കൊല്ലത്തേക്ക് കല്യാണം കഴിച്ചിട്ട് വന്നിട്ടുണ്ടെന്ന് പല ഇന്റർവ്യൂവിലും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എപ്പോഴും ഈ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു ക്ലോസ് ആൻഡ് ഒരു പ്രൗഡാണ്. ഫാമിലി ലൈഫിനെ കുറിച്ച് പറ. ഞാനൊരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ പ്രയോറിറ്റി, എൻ്റെ സംഗീതം കഴിഞ്ഞാൽ ഏറ്റവും എൻ്റെ പ്രയോറിറ്റി എൻ്റെ ഫാമിലിയാണ്. ഈശ്വരൻ എനിക്ക് തന്നൊരു ഗിഫ്റ്റ് തന്നെയാണ് എൻ്റെ ഫാമിലി. എൻ്റെ ഹസ്ബൻഡ് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ നായർ, എൻ്റെ 2 മക്കൾ ചിപ്പി കൃഷ്ണനും കാർത്തിക് കൃഷ്ണനും. 2 മക്കളെയും ചേർത്ത് പിടിച്ച് ഈ 4 കണ്ണുകളാണ് ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും. അവർക്ക് വേണ്ടിയാണ് ഞാൻ പാടിയിട്ടുള്ളതും, അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചിട്ടുള്ളതും, അവർക്ക് വേണ്ടിയാണ് ഞാൻ സമ്പാദിച്ചിട്ടുള്ളതുമല്ല. അവരെ ഞാൻ വലിയ ആളാക്കി എന്നല്ല പറയുന്നത്. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിച്ചു. 2 പേരും കാനഡയിൽ ഇപ്പോൾ പഠിച്ചു. ഒരു മൂത്ത മോനിപ്പോഴും അവിടെ തന്നെയാണ്. 2ാമത്തെ മോനിപ്പോൾ പോകാൻ വേണ്ടി വീണ്ടും ഒരുങ്ങുന്നു. 2 പേരും കല്യാണം കഴിച്ചു. മൂത്ത മോന് ഒരു കുട്ടിയുണ്ട്, പ്രാർത്ഥന പിള്ള. അവന് വൈഫ് ഐശ്വര്യ. 2ാമത്തെ മോൻ്റെ കാർത്തിക് കൃഷ്ണൻ, അവൻ്റെ വൈഫിൻ്റെ പേര് രേണു. നല്ല 2 ഫാമിലി എനിക്ക് കിട്ടി. അവരുടെ 2 മരുമക്കളുടെയും 2 നല്ല ഫാമിലി. അപ്പം ഞാൻ ഒത്തിരി ബ്ലെസ്ഡ് അല്ലേ. എല്ലാവർക്കും ഒരു ഫാമിലി ലൈഫാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ വേറെ എന്തൊക്കെ പേരും പെരുമയും ധനവും ഒക്കെ ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമുക്ക് നല്ലൊരു ഫാമിലി ഉണ്ടാകുക, നാട്ടിൽ നല്ലൊരു റെപ്യൂട്ടേഷനോട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അതായത് ആക്ച്വലി സിനിമയിൽ ചിലപ്പോൾ ഒരു പക്ഷേ തിരക്കുകളിലേക്ക് പോയിരുന്നെങ്കിൽ ഈ ഒരു ഫാമിലി ഇത്രയൊരു കിട്ടത്തില്ലായിരുന്നു. കറക്റ്റ്. ചില നഷ്ടങ്ങൾ നല്ലത് തന്നെയാണ്. ചിലത് കിട്ടാൻ വേണ്ടി നമ്മൾ ചിലത് നഷ്ടപ്പെടണമെന്ന് പറയുന്നില്ല. കറക്റ്റാ. ചില കലാകാരന്മാർക്ക് അവരുടെ ഫാമിലി ഇല്ലാതെ വരും. വാർദ്ധക്യ കാലത്തിൽ ഭാര്യയും മക്കളും അല്ലെങ്കിൽ ഭർത്താവും മക്കളും നോക്കാനില്ലാത്ത എത്രയോ പേര് ഒരുപാട്. ഇപ്പൊ റീസെന്റ് നമ്മൾ പലരും നമ്മൾ കണ്ട കഥകളിൽ നമുക്കെപ്പോഴും വേണ്ടത് നമ്മുടെ ഫാമിലിയാണ് അല്ലേ. നമ്മുടെ ഫാമിലിക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ എഞ്ചിനീയർ ആവുന്നതും, നമ്മൾ സയന്റിസ്റ്റ് ആവുന്നതും, നമ്മൾ പാട്ടുകാരനാവുന്നതും, നമ്മൾ ഏത് വർക്ക് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ ഫാമിലിയെ നോക്കാൻ വേണ്ടിയാണ്. ഈ ഒരു മനസ്സിലുള്ള ഈ ഇത്തരം ചിന്തകൾ അല്ലെങ്കിൽ ഗാനമേളയെ കുറിച്ചിട്ടുള്ള അത്രയും ആ ഒരു 50 വർഷത്തെ എക്സ്പീരിയൻസ് അത് അങ്ങനെ തന്നെ വീണ്ടും തുടരണം. എനിക്ക് ഇപ്പം ഈ അടുത്ത സമയത്ത് ഞാൻ യൂട്യൂബിൽ കേട്ടതാണ് പാട്ട്. അത് രാഗേന്ദ്ര കിരണങ്ങൾ എന്ന് പറയുന്നൊരു പാട്ട്. ഇതൊക്കെ പണ്ട് കാലഘട്ടത്തിൽ പാടിയ പാട്ടുകളാണ്. ജനീമയുടെ പാട്ടുകളൊക്കെ പാടിയാണല്ലോ നമ്മളൊക്കെ ഈ പാടാനുള്ള പാട്ടുകാരൻ എന്ന് പറഞ്ഞൊരു പേരായത്. ആ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. അത് ഭയങ്കര വൈറലാണ്. അതിൻ്റെ ഒരു 2 വരി എനിക്ക്. അതുതന്നെയാണ് നമ്മൾ ഒരുപാട് ഉത്സവ പറമ്പുകളിൽ ഉറക്കമൊഴിച്ചിരുന്ന് കേട്ട് ആസ്വദിച്ച ആ ശബ്ദം. 50 വർഷങ്ങൾ പിന്നിടുന്ന ആ സംഗീത സബരിയ അതിന്നും തുടരുകയാണ്. ഇനിയെങ്കിലും ഈ കലാകാരിക്ക് വേണ്ട മാന്യമായ സപ്പോർട്ട് കൊടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പം
തീർച്ചയായിട്ടും എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. വീണ്ടും ഗാനമേളയും അതുപോലെ സ്റ്റേജ് ഷോകളും റിയാലിറ്റി ഷോകളും പറഞ്ഞ ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുന്നു. വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. എന്നെ വിളിച്ചതിന് ഒത്തിരി നന്ദി കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് സാധിച്ചാലും അല്ല, എൻ്റെ ഓപ്പൺ ഹാർട്ട് എപ്പോഴും ഞാൻ ഈ അറിയപ്പെടാതെ പോയ അല്ലെങ്കിൽ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് അവസരം കിട്ടാതെ അറിയപ്പെടാതെ പോയ ഒരുപാട് പേരെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള മാന്യമായ ആഗ്രഹം കൊണ്ട് മാത്രം. തീർച്ചയായിട്ടും അതൊരു വലിയ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. എന്നെ പോലെ ഒരുപാട് കലാകാരന്മാരൊക്കെ ഇവിടെ വന്ന് അവരുടെ അനുഭവങ്ങൾ പറയാനും ഒക്കെ ഇടയാവട്ടെ. തീർച്ചയായിട്ടും എല്ലാ നന്മകളും ഞാനും തിരിച്ച് നേരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്നും അവളുടെ രാവുകൾ എന്നും